പശ്ചിമേഷ്യ നിന്ന് കത്തുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിന് നേരെ അഴിച്ചുവിട്ടിട്ടുള്ളത് എന്നതാണ്. ടെൽഅവീവിനെ ലക്ഷ്യമാക്കി ഏകദേശം 320ഓളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സ എന്നുള്ള ആ ഒരു പോരാട്ടം, പിന്നീട് ആ പോരാട്ടത്തിൽ പല ഗ്രൂപ്പുകളും കണ്ണിചേരുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പക്ഷത്തായി അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ ശക്തികളും ഇസ്രായേലി പക്ഷത്ത് നിൽക്കുകയും അവർക്ക് ആയുധങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും വ്യാപകമായ സിവിലിയൻ മേഖലകളിൽ, ഫലസ്തീൻ സിവിലിയൻ മേഖലകളിൽ സിവിലിയൻസിനെ, സാധാരണ കുട്ടികളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രവുമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ വിചാരിക്കാത്ത ചെറുത്തുനിൽപ്പായിരുന്നു ഹമാസിൻ്റെ അടുത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ ഹിസ്ബുള്ള ചെറിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ തുടങ്ങിയിരുന്നു. ഹമാസ് എന്ന് തുടങ്ങി വെച്ചോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഹിസ്ബുള്ളയും ഇതോടൊപ്പം ചേർന്നിരുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരു മിലീഷ്യ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നുള്ളത്. അവർ ഇറാൻ പിന്തുണയുള്ള കേവലം ഒരു പ്രോക്സി ഗ്രൂപ്പ് എന്നതിനപ്പുറം കൃത്യമായ മിലിറ്ററി സംവിധാനങ്ങളുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് യുദ്ധം ചെയ്ത് പരിചയമുള്ള, അത് സിറിയയിലാണെങ്കിലും ഇസ്രായേലിനെതിരെയാണെങ്കിലും പല രീതിയിലും അത്തരത്തിൽ ഒരുപാട് യുദ്ധങ്ങളിൽ പരിചയമുള്ള ഒരു വിഭാഗമാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും ഇസ്രായേലിന് കിട്ടുന്ന തിരിച്ചടി എന്നത് അതിശക്തമാണ്. അവിടുത്തെ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതൊക്കെ സെൻസർ ചെയ്ത് ഇസ്രായേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിന് അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേലിൽ നിർദ്ദേശങ്ങൾ പോവുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഭരണകൂടം നെതന്യാഹു അടക്കം ബങ്കറുകളിലാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ അടുത്തു നിന്നും വലിയ ഭീഷണി ഇസ്രായേൽ നേരിട്ടിരുന്നു. ഇറാൻ യുദ്ധത്തിന് തയ്യാറാണെന്നും യുദ്ധം ഇപ്പം നടക്കുമെന്നുള്ള കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇറാൻ ഇതുവരെ ഇസ്രായേലിനെ അതിൻ്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല. പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ള അതിൻ്റെ യുദ്ധതന്ത്രം അല്ലെങ്കിൽ യുദ്ധരീതി മാറ്റിയിരിക്കുകയാണ് എന്നതാണ്. അതായത് ഇത് 1ാം ഘട്ടം എന്നാണ് ഹിസ്ബുള്ള ഇതിനെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 320ഓളം റോക്കറ്റുകൾ ടെൽഅവീവ് ലക്ഷ്യമാക്കി അയക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പല മേഖലകളിലും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, ഇത് അയൺ ഡോമിനെയും ഭേദിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനം നേടി എന്നതാണ്. ഈ അടുത്ത് ഹിസ്ബുള്ള അയച്ച പല സാധനങ്ങളും ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റത്തെ പോലും താറുമാറാക്കി ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ലെബനൻ സമയം, ബൈറൂട്ട് സമയം 6 മണിക്ക് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്രുള്ള അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹസൻ നസ്രുള്ള ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ യമനിൽ നിന്നുള്ള അൻസാറുള്ള ഹൂത്തികളും കപ്പലിന് നേരെയും, അതോടൊപ്പം തന്നെ ഇതേ ഹിസ്ബുള്ള തന്നെ ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായാണ് പുതിയ വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കടുത്ത നാശനഷ്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഹമാസോ അല്ലെങ്കിൽ ഫലസ്തീനോ ഇത് റെസിസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവർ അതിജീവിക്കുമോ എന്നാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. കാരണം ഒക്ടോബർ 7 ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് 1.5 ലക്ഷം പട്ടാളക്കാർ റെഡിയായിട്ട് ഗസയിൽ പ്രവേശിക്കാൻ നിൽക്കുകയാണ്. 7 ദിവസത്തിനകം, ഒരാഴ്ചയിൽ ഞങ്ങൾ
ഹമാസിനെ ഇല്ലാണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ് എന്നാണ്. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോടടുത്തായി യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ ഹമാസിനെ ഇല്ലാതാക്കാൻ പോയിട്ട് അവരുടെ ഒരു ടണൽ അല്ലെങ്കിൽ അവരുടെ ഒരു തുരങ്കം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇവരുടെ പിടിക്കപ്പെട്ട ബന്ദികൾ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോ ഇസ്രായേലിൻ്റെ IDFനോ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇത്തരം ഭീഷണികൾ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും ഹിസ്ബുള്ള അതിൻ്റെ ശക്തമായ ആക്രമണ രീതിയിലേക്ക് മാറുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് ഇസ്രായേൽ അതിജീവിക്കുക എന്നതാണ് ഇപ്പോൾ ചോദ്യമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ പൊതുസമൂഹം അല്ലെങ്കിൽ ഇന്ന് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അതിജീവിക്കുമോ എന്നാണ്. ഫലസ്തീൻ അതിജീവിക്കുമോ, ഹമാസ് അതിജീവിക്കുമോ എന്നതിന് പകരം ഇസ്രായേൽ അതിജീവിക്കുമോ, ഇസ്രായേലിന് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റൂ? കാരണം അതൊരു അധിനിവേശ രാഷ്ട്രമാണ്. അധിനിവേശം നടത്തി സ്ഥാപിതമായ ഒരു ക്രൂര ചെയ്തികളാൽ ലോകം അറിയപ്പെട്ട ഒരു രാഷ്ട്രമാണ്. അത് തകരാൻ പോകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര സമയമാണോ എന്ന് തകരാൻ വേണ്ടത് എന്നതാണ്. ഇത് പല നിരൂപകരും പല തന്ത്രജ്ഞരും അല്ലെങ്കിൽ പല നിരീക്ഷകരും പറഞ്ഞത് ഇത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ പോകുന്ന യുദ്ധമാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ കടുത്ത ആക്രമണം ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ഇറാൻ പിന്തുണയോടുകൂടി ബാക്കിയുള്ള മിലീഷ്യ ഗ്രൂപ്പും അതുപോലെ തന്നെ ബാക്കി റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന്, അതോടെ ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഹൂത്തികൾ, അതുപോലെ തന്നെയുള്ള ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ പല സംഘടനകളും ഏത് രീതിയിലാണ് ഇസ്രായേലിനെതിരെ പുതിയ നീക്കങ്ങൾ നടത്തുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും ഇറാൻ തങ്ങളുടെ പദ്ധതികൾ ABC എന്ന് പ്രകാരം നിങ്ങൾ ഈ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആയുധങ്ങൾ മാത്രം പോരാ, ശക്തി മാത്രം പോരാ, നിങ്ങളുടെ അടുത്ത് കൃത്യമായ പദ്ധതികൾ ഉണ്ടാവണം. നിങ്ങളുടെ അടുത്ത് പ്ലാൻ A ഉണ്ടാവണം, നിങ്ങളുടെ അടുത്ത് പ്ലാൻ B ഉണ്ടാവണം, നിങ്ങളുടെ അടുത്ത് പ്ലാൻ C ഉണ്ടാവണം. തീർച്ചയായും ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ യുദ്ധതന്ത്രം മാറ്റിക്കൊണ്ടുള്ള പുതിയ തന്ത്രങ്ങളാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ നേരിട്ട് കളത്തിലിറങ്ങിയാലും ഇല്ലെങ്കിലും തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അവർ ഫലസ്തീനിൽ ചെയ്തു കൂട്ടിയതിനൊക്കെയും അവർക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ബാക്കി യൂറോപ്യൻ ശക്തികളുടെ പിന്തുണയോടുകൂടി എത്ര നാൾ ഇസ്രായേലിനെ കൊണ്ട് ഇത് സാധിക്കുമെന്നാണ്. തീർച്ചയായും ഹമാസ് ബന്ദികളാക്കിയവരൊക്കെ തന്നെയും ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലാണ് ഉള്ളത്. അവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ തന്നെ ഇസ്രായേലിൽ വൻ പ്രതിഷേധം നടക്കുന്നുണ്ട്. സീസ് ഫയർ, സമാധാന ഉടമ്പടി ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അതിന് തയ്യാറാവാത്തത് ബെഞ്ചമിൻ നെതന്യാഹു മാത്രമാണെന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. തീർച്ചയായും ഇത് വളരെ സംഘർഷഭരിതമായ സമയമാണെങ്കിൽ പോലും ഇസ്രായേൽ തങ്ങളുടെ അതിശിത്വം നിലനിർത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. തീർച്ചയായും ലോകക്രമം മാറുന്നതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ദിവസം എന്നുള്ളത്, അതായത് ഈ ഒരു സമയം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിനിർണായകമാണ്. ഹിസ്ബുള്ളയുടെ ഓരോ ആക്രമണങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കണം? കാരണം യുദ്ധതന്ത്രത്തിൽ പലപ്പോഴും ഇസ്രായേലിനെ ഒരു പ്രാവശ്യം പിന്തിരിപ്പിച്ചിട്ടുള്ള ശക്തിയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രം എന്നുള്ളത് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ മിലീഷ്യ തന്ത്രം എന്നുള്ളത് അത് എന്തായിരിക്കുമെന്ന്, അടുത്ത ഘട്ടത്തിൽ അവർ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന്, അയൺ ഡോമിനെ തകർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ സർവനാശത്തിലേക്കുള്ള സംഗതികൾ അവരെ ഉപയോഗിക്കുമോ എന്നതൊക്കെ കണ്ടറിയുകേണ്ട കാര്യമാണ്. തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.